സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടു. മലപ്പുറം നിലമ്പൂർ മാജേരി പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് മരിച്ചത്. ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആളാണ് മണി. അതിനിടെ യുവാവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് PV അൻവർ MLAയുടെ നേതൃത്വത്തിൽ അക്രമികൾ നിലമ്പൂർ DFO ഓഫീസ് അടിച്ചു തകർത്തു. സംസ്ഥാനത്ത് 9 ദിവസത്തിനിടെ 6 പേരുടെ ജീവനാണ് കാട്ടാന ആക്രമണത്തിൽ നഷ്ടമായത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിക്ക് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റത്. മണിയുടെ കയ്യിലുണ്ടായിരുന്ന കുട്ടി തെറിച്ചു വീണു. കൂടെയുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് 2 മണിക്കൂർ കഴിഞ്ഞാണ് മണി പരിക്കേറ്റ് കിടക്കുന്ന വിവരം സഹോദരനടക്കം അറിയുന്നത്. തുടർന്ന് 1.5 മണിക്കൂർ ചുമന്നാണ് മണിയെ വാഹനത്തിലെത്തിച്ചത്. ഒരു 3 കിലോമീറ്ററിൻ്റെ വീട്ടിൽ പോകണം. ബാഗിനില്ലാതെ ഒരു 1.5 കിലോമീറ്റർ ഏറ്റി കൊണ്ടുവരണം. 1.5 കിലോമീറ്റർ ഏറ്റിയിട്ടാണ് കൊണ്ടുവന്നത്. 5 മണിക്കൂർ നടന്നു വേണം ചോലനായ്ക്കർ വിഭാഗം താമസിക്കുന്ന മാഞ്ചേരി കോളനിയിലേക്ക് എത്താൻ. കാട്ടാനാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മണിയുടെ കുടുംബത്തിന് ഉടൻ നഷ്ടപരിഹാരം നൽകുമെന്ന് നിലമ്പൂർ സൗത്ത് DFO ധനിത്ലാൽ പറഞ്ഞു. നടന്ന് ഇറക്കി വിട്ട സ്ഥലത്ത് ഏകദേശം ഒരു 30 മിനിറ്റോളം നടന്നിട്ടുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ ആനയുടെ ആക്രമണത്തിന് ഇവർ ഇരയാവുന്നതെന്നാണ് നമുക്ക് കിട്ടിയത്. നെടുങ്കയം വരെ വന്നപ്പോൾ ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ചെറിയ വേദനകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. നെടുങ്കയത്ത് നമ്മൾ ആംബുലൻസിൽ കയറ്റി ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ വെച്ച് നമ്മുടെ ചന്തക്കുന്നെത്തിയപ്പോൾ ഒരു സൗണ്ട് വന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു ലാസ്റ്റ് ബ്രീത്തായിരിക്കാം ഒരു പക്ഷേ ആ സമയത്ത് ഉണ്ടായത്. നഷ്ടപരിഹാരം ഉടനെ കൊടുക്കുവാൻ വേണ്ടി ഗവൺമെൻറ്റിന് ഇന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉടനെ തന്നെ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി. സംഭവത്തിൽ നിലമ്പൂർ DFO ഓഫീസിന് മുന്നിൽ PV അൻവർ MLAയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. രക്തം വാർന്ന് ആ കാട്ടിൽ കിടക്കുകയാണ് ഉണ്ടായത്. സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ, ആനയുടെ ആക്രമണം നടന്ന ഉടനെ തന്നെ കൂടെ ഉണ്ടായിരുന്നവർ വിളിച്ച് ഫോറസ്റ്റിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ മണി കിടക്കുന്ന അപകടം പറ്റിയ ഇടത്തേക്ക് എത്തുന്നത് ഏകദേശം 2 മണിക്കൂറാണ്. ഈ നിമിഷം വരെ ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് മുമ്പ് സൂപ്രണ്ടിനെ വിളിച്ച് ഞാൻ അന്വേഷിക്കുമ്പോൾ അവിടെ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മണിയുടെ മൃതദേഹം കാട്ടാനാക്രമണം നടത്തിയ പ്രദേശത്ത് സംസ്കരിക്കും. ജനം, മലപ്പുറം.